കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന വർഷം തന്നെയാണ് 2024. ത്രസിപ്പിക്കുന്ന തുടർ വിജയം നേടി 2021 വീണ്ടും അധികാരത്തിൽ വന്ന പിണറായിയുടെ പകിട്ട് ഈ വർഷം തീരെ ഇല്ലാതെയായി. ഇതിനെല്ലാം ഉപരിയായി വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വിജയം കണ്ട വർഷം കൂടിയാണ് കഴിഞ്ഞു പോയത്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോൽവി നേരിട്ടതോടെയാണ് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവ് കസേരയിലേക്ക് ഹൈക്കമാൻഡ് കൊണ്ടുവരുന്നത്. വിജയം കൊണ്ടുവന്നിരിക്കും എന്നതായിരുന്നു സതീശൻ അന്ന് കൊടുത്ത വാക്ക്. തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയം നേടി UDF-നെ വിജയത്തിന്റെ വഴിയിലേക്ക് നയിച്ച സതീശൻ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയം ആവർത്തിച്ചു. ടീം സ്പിരിറ്റ് ആയിരുന്നു വിജയത്തിന് പിന്നിൽ. കൃത്യമായി എല്ലാവരെയും യോജിച്ചു കൊണ്ടുപോയി ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് സതീശന്റെ മിടുക്ക്. സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം മകളുടെ മാസപ്പടിയും മരുമകന്റെ അപ്രമാദിത്യവും കൂടി ആയതോടെ പിണറായിയിൽ നിന്ന് ജനങ്ങൾ അകലുന്ന കാഴ്ചയാണ് ഈ വർഷം കണ്ടത്. നവകേരള സദസ്സ് നടത്തി തിരിച്ചുവരവിന് പിണറായി ശ്രമിച്ചെങ്കിലും അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെയായി. നിയമസഭ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തെക്കാൾ ഉപരി ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്ത് ശരിയായി മനസ്സിലാക്കാനുള്ള അളവുകോൽ. അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹങ്ങളുമായി കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി അംഗം കുറിച്ചു. 12 സീറ്റിൽ ജയിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഫലം വന്നപ്പോൾ 2019 ആവർത്തിച്ചു. കനൽ ഒരു തരിയായി അവശേഷിച്ചു. കെ രാധാകൃഷ്ണൻ മാത്രം ജയിച്ചു. UDF സ്ഥാനാർത്ഥികളുടെ വിജയം റെക്കോർഡ് വോട്ടുകൾക്കായിരുന്നു. ഭരണവിരുദ്ധ വികാരം അതിശക്തമായിരുന്നു. അതിന്റെ ചാമ്പ്യനാകാൻ സതീശൻ കൃത്യമായി തന്നെ ആസൂത്രണം നടത്തി. UDF-ൽ നിന്ന് വിട്ടുനിന്ന എല്ലാ വിഭാഗങ്ങളെയും തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ നേട്ടമായി മാറി. അതിന്റെ അടിത്തറയിലാണ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന പാലക്കാട് നേരത്തെ ഉള്ളതിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. ചേലക്കരയിൽ ഭൂരിപക്ഷം 4-1 കുറയ്ക്കാനും സാധിച്ചു. കേരള ഭരണം UDF-ന് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഭരണത്തിൽ കാലം കഴിക്കുക എന്ന അവസ്ഥയിലാണ് പിണറായിയുടെ യാത്ര. തുടർ ഭരണത്തിന്റെ അഹന്തയാണ് LDF-നെ നശിപ്പിച്ചത്. ചാർജുള്ള മഹാരാഷ്ട്രയിൽ തോറ്റതോടെ ചെന്നിത്തലയും കേരളത്തിൽ സജീവമായി. മന്നംചെയ്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചെന്നിത്തലയാണ്. ഇതിനിടയിൽ വെള്ളാപ്പള്ളിയുടെ പുകഴ്ത്തലിനും ചെന്നിത്തല പാത്രമായി മാറി. 2025 ഒക്ടോബറിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ തന്ത്രങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ഇതൊന്നുമില്ലാതെ പോയതാണ് UDF-ന്റെ മുൻകാല തോൽവികൾക്ക് കാരണമായി മാറിയത്. 2021 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അതിലെല്ലാത്തിലും അജണ്ട നിശ്ചയിച്ചത് വി.ഡി. സതീശൻ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. വി.ഡി. സതീശന്റെ അജണ്ടയുടെ പുറകെ പോയി ആക്രമിക്കാനായിരുന്നു പിണറായിയുടെ വിധി. മുൻകാലങ്ങളിൽ അജണ്ട നിശ്ചയിക്കുന്നത് പിണറായി ആയിരുന്നു. തദ്ദേശവും നിയമസഭയും ലോക്സഭ അല്ല എന്ന് സതീശന് നന്നായി അറിയാം. വോട്ടിംഗ് പാറ്റേണും വ്യത്യസ്തമാണ്. അതിനുള്ള അജണ്ടകളും സതീശന്റെ ആവനാഴിയിൽ നിന്ന് കൃത്യമായി തന്നെ ഇറങ്ങും. അത് അണികൾക്ക് നന്നായി അറിയാം. ഇതിന്റെ ആത്മവിശ്വാസം അവരുടെ ബോഡി ലാംഗ്വേജിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. 2024 ലോക്സഭാ വിജയം UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നത് വ്യക്തമാണ്. 2024 ആർജിച്ചെടുത്ത രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനാവും UDF-ന്റെ ശ്രമം. പിണറായി ഭരണത്തോട് അതൃപ്തിയുള്ള LDF-ലെ ചില കക്ഷികൾ UDF-ലേക്ക് സമീപ ഭാവിയിൽ ചേക്കേറിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും 2024 എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലം തന്നെയായിരുന്നു. വി.ഡി. സതീശനാകട്ടെ ഉയർച്ചയുടെ കാലവും.